കേരളത്തിലെ CPM-നെതിരായി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി ഇന്നലെ വരെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും എതിരായി ED ഉൾപ്പെടെയുള്ളവരുടെ കടുത്ത കടന്നാക്രമം കോഴിക്കോട് തന്നെ 9 പേരെ റിയാസുമായിട്ട് പരിചയമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ റെയ്ഡ് ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. ഞങ്ങൾ ഇന്നലെ അതിനെ ശക്തിയായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് CPIM-നെ കടന്നാക്രമിക്കാനാണ് CPIM-ൻ്റെ നേതാക്കളുമായിട്ട് അടുത്ത് ബന്ധമുള്ളവരെയെല്ലാം റെയ്ഡിൻ്റെ ഭാഗമായി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധ മനസ്സ് രൂപപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തുകയാണ്. വലിയ രീതിയിലുള്ള കൊള്ള BJP-യും സംഘപരിവാർ വിഭാഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൊന്നും കേരളത്തിലുൾപ്പെടെ നിലപാടുകൾ സ്വീകരിക്കാത്ത ED ഇപ്പോഴും പാർട്ടിക്കെതിരായിട്ട് ഇതുപോലുള്ള റെയ്ഡും അതുപോലുള്ള പരിപാടികളും സംഘടിപ്പിച്ച് പാർട്ടി വിരുദ്ധ ശക്തിയുടെ പട്ടികയിൽ ഒന്നാമത്തെ പേരായിട്ട് ED സ്ഥാനം നേടുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. തൂഫാൻ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ലഹരി, പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരിക്കെതിരായി ശക്തിയായ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് രംഗത്ത് വന്നത്. പക്ഷേ VD സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും സോഷ്യൽ മീഡിയയുടെ കോണ്ടാക്ട്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട VD സതീശന് വേണ്ടി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനലിനെ പിടിക്കപ്പെട്ടപ്പോൾ അന്താരാഷ്ട്ര ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അതിൻ്റെ ഭാഗമായ നിലപാടുകൾ കർശനമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനോ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ആ കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ ജില്ല മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴും എന്ന് നമുക്ക് കാണാൻ കഴിയും. കസ്റ്റഡിയിൽ വാങ്ങാൻ തയ്യാറില്ല, ജയിലിലുണ്ട്, പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങുന്നില്ല, അന്വേഷിക്കുന്നില്ല, ഫലപ്രദമായ ഒരു നിലപാടും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇതാണ് VD സതീശനുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായ നിലപാട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഇത്തരം കേസുകൾ തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് ഞങ്ങളെല്ലാം ഉള്ളത് എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്.